കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാമിന് തുടക്കമായി ഹൈബി ഈഡൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ഫ്യൂച്ചർ ലീഡർഷിപ്പ് ഇന്റേൺഷിപ്പ് പദ്ധതി ഭാവി നേതാവിനെ വാർത്തെടുക്കാൻ ഗുണകരമാകുമെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. ഹൈബി ഈഡൻ MP ഓഫീസുമായി സഹകരിച്ച് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇന്റേൺഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യം എന്നിവയിൽ പരിജ്ഞാനം ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യം. കേരളത്തിൽ ആദ്യമായാണ് MP ഓഫീസുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നത്. യുവതലമുറയുടെ ഭാവി ലക്ഷ്യമാക്കി നൂതന വിദ്യാഭ്യാസത്തോടൊപ്പം ഇത്തരം നവീന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഹൈബി ഈഡൻ MP അഭിപ്രായപ്പെട്ടു. ഞങ്ങളൊരു വെൽ സ്ട്രക്ചേർഡ് ഡിസൈനിൽ പോളിസി മേക്കിംഗ് ആൻഡ് ഗവേണൻസ്, അതുപോലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജുഡീഷ്യൽ സിസ്റ്റം, പോലീസ്, അങ്ങനെ വ്യത്യസ്തങ്ങളാർന്ന മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ജില്ലാ ഭരണകൂടം, ഡിസ്ട്രിക്ട് കളക്ടർ, ഹൈക്കോടതി ജഡ്ജസ്, മുനിസിപ്പൽ കോർപ്പറേഷൻ മേയേഴ്സ് ആൻഡ് ചെയർപേഴ്സൺസ്, അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി, കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ്, അതുപോലെ മോഡേൺ ആയിട്ടുള്ള പ്രോജക്ട്സ്, അവരുമായിട്ടുമെല്ലാമുള്ള എക്സ്പോഷറും ഇൻട്രാക്ഷനും പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു വലിയ അനുഭവമായിരിക്കും എന്ന് കരുതുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. അതോടൊപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ്. ആധുനിക കാലത്ത് പൊതുപ്രവർത്തനത്തിന്റെ പ്രാധാന്യം വലുതാണെന്നും യുവതലമുറയുടെ ജനാധിപത്യ ബോധം വർദ്ധിപ്പിക്കുവാൻ ഈ പ്രോഗ്രാം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുനയ രൂപീകരണം, കമ്മ്യൂണിറ്റി സേവനം, പാർലമെന്ററി പ്രവർത്തനം എന്നിവയിൽ പ്രായോഗിക പരിചയം നേടാൻ കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ ലീഡർഷിപ്പ് പദ്ധതി വഴിയൊരുക്കുമെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ നമ്മുടെ ഒരു വാല്യൂ പ്രപ്പോസിഷൻ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുക എന്ന് ബിലീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന FLP എന്ന് പറയുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ശ്രീ ഹൈബി ഈഡൻ MPയുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നത്. അവർക്ക് പല രീതിയിലുള്ള, നമുക്കറിയാം, ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങളിൽ എക്സ്പോഷർ, ഒരു പോളിസി മേക്കിങ്ങിന്, ലോ മേക്കിങ്ങിന്, ലെജിസ്ലേഷൻ ഇഷ്യൂസ്, അതുപോലെ തന്നെ MPയുടെ പ്രൊജക്ട് ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, MP ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ എക്സ്പോഷർ ഈ അവർ പഠിക്കുന്ന കോഴ്സ് ഡ്യൂറേഷനിൽ 3 വർഷം 4 വർഷമാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്, 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ്, ആ കോഴ്സ് ഡ്യൂറേഷൻ അവർക്ക് കിട്ടും. ബി ദി ചേഞ്ച്, ബി ദി ഫ്യൂച്ചർ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുപ്രവർത്തന രംഗത്ത് മികവാർന്ന യുവാക്കളെ സംഭാവന ചെയ്യുന്നതിനായി ഇന്റേൺഷിപ്പ് പദ്ധതി രൂപീകരിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പ്രോഗ്രാമിൽ സെലക്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുനയ രൂപീകരണത്തിലും വിശകലനത്തിലും പങ്കാളിയാകുവാൻ അവസരം ലഭിക്കും. കൂടാതെ MP ഫണ്ട് പദ്ധതികളുടെ ഏകോപനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനം, പാർലമെന്ററി ഗവേഷണം, നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനസമ്പർക്ക പരിപാടികൾ എന്നിവയിൽ സഹകരിക്കാനും അവസരമുണ്ടാകും. പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ശുപാർശ പത്രവും ലഭിക്കും. ചടങ്ങിൽ ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, ജോയിന്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ മധുകുമാർ K, സ്റ്റുഡന്റ് ആർട്സ് ഡെപ്യൂട്ടി സീനിയർ ഡോക്ടർ R സതികുമാർ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.